ഇതാണ് ആർ ശ്രീലേഖ വിവാദം ഉന്നയിച്ചിട്ടുള്ള സൗകര്യമില്ലെന്ന് പറഞ്ഞ കൌൺസിലറുടെ ശാസ്തമംഗലം കൌൺസിലറുടെ ഓഫീസ്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതാണ് കയറിച്ചെല്ലുന്ന ഇടം. ഇവിടെ ആയിരിക്കും കൌൺസിലർ ഇരിക്കുക. അതുപോലെ തന്നെ കൌൺസിലറെ കാണാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള കസേരകളും മറ്റ് കൌൺസിലർക്ക് ഉപയോഗിക്കാനുള്ള കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിന് വളരെ ചെറിയൊരു മുറിയാണ്. പക്ഷേ ഒരു കൌൺസിലർക്ക് ഭരണനിർവഹണം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു ഇത്തരത്തിലൊരു ബാത്റൂം ടോയ്ലറ്റ് സൗകര്യം കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു രീതിയിലാണ് ഈ കൌൺസിലറുടെ ഓഫീസ് ശാസ്തമംഗലത്തെ MLA ഓഫീസിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള കൌൺസിലറുടെ ഓഫീസ് മുറി ഉള്ളത്. ഇത് കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസാണ് ഇതിന്റെ മുകളിലായിട്ടുള്ളത്. ഇതിന് താഴെയായിട്ടാണ് MLAയുടെ ഓഫീസ് മുറിയും അതിന് തൊട്ടിപ്പുറത്തായിട്ട് കൌൺസിലറുടെ ഓഫീസ് മുറിയും വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ MLA ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ MLAയെ ഇവിടെ നിന്ന് MLAയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ BJP കൌൺസിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് MLA പറയുന്നത്. എന്നാൽ ഇതിൽ തനിക്കുള്ള അസൗകര്യം ഓഫീസ് മുറിയിൽ തനിക്ക് വേണ്ട സൗകര്യമില്ലെന്ന് കൌൺസിലർ ശാസ്തമംഗലം കൌൺസിലറായിട്ടുള്ള ആർ ശ്രീലേഖ BJPയെയും അതുപോലെ തന്നെ ഭരണസമിതിയെയും ഒക്കെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ മേയറോട് ഈ അസൗകര്യത്തെ പറ്റി അവർ അറിയിച്ചിട്ടുണ്ട്. മേയർ ഇതൊക്കെ പരിശോധിക്കുമെന്ന ഒരു വിവരമാണ് അവസാനമായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വിവാദം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അല്പസമയത്തിന് ശേഷം ആർ ശ്രീലേഖ തന്നെ മാധ്യമങ്ങളെ കാണുകയായിരിക്കും. ഈ വിവാദം ഇനി എങ്ങോട്ടേക്ക് എന്ന ചോദ്യമാണ് അവസാന ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം സനിസ ശോഭാചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.